അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ അജീൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥകളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇമാം ഖാദി ജമാലുദ്ദീൻ റൈമി റളിയല്ലാഹു അൻഹുവിനോട് ജമാലുദ്ദീൻ അസ്നവി റളിയല്ലാഹു അൻഹു പറഞ്ഞ കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. മഹാനവറുകൾ ഹിജ്റ 799 ഷഅബാൻ 27-ാം രാവിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയുണ്ടായി. അദ്ദേഹം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു കാഫില വന്ന് ഇറങ്ങുന്നു. മഹാനവറുകൾ ഈ കാഫിലയുടെ നേരെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ കാഫിലക്ക് മധ്യത്തിലായിട്ട് പൗർണമിയെ പോലെ തിളങ്ങുന്ന മുഖവുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും നബി തങ്ങളുടെ തൊട്ട് മുമ്പിലായിട്ട് ഒരാളും ഇരുന്ന് നബി തങ്ങൾക്ക് ഗ്രന്ഥങ്ങൾ വായിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ദൂരെ നിന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളോട് അദ്ദേഹം ചോദിച്ചു, ഇതാരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിലിരുന്നു കൊണ്ട് ഗ്രന്ഥങ്ങൾ വായിച്ചു കൊടുക്കുന്നത്? അപ്പോൾ ആൾ പറഞ്ഞു, ഇതാണ് അഹ്മദ് ബിനു മൂസ ബിനു അജീൽ റളിയല്ലാഹു അൻഹു എന്ന്. അപ്പോൾ ഈ മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും പദവിയിലേക്ക് അജീൽ റളിയല്ലാഹു അൻഹു എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ഈ ആൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് അതെ എന്ന് പറഞ്ഞൊന്ന് കുലുക്കി. ആ സമയത്താണ് ഈ മഹാൻ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത്. അങ്ങനെ ഞെട്ടി ഉണർന്ന സമയത്ത് മഹാനവറുകൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രമാത്രം ഉന്നതമായ സ്ഥാനത്താണ് അഹ്മദ് ബിൻ അജീൽ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നത് എന്ന്. അത്രയും കറാമത്തിൻ്റെ ഉടമയാണ് മഹാനവറുകൾ. എത്രയോ സംഭവങ്ങൾ വിവരിക്കാനുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് മറ്റ് പല മഹാന്മാരുടെയും കഥകൾ പറയാനുള്ളതുകൊണ്ട് ഓരോരുത്തരിൽ നിന്നും ചില വ്യത്യസ്തങ്ങളായ കഥകൾ വിവരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. വീടുകളിൽ പലവിധത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാകും. അങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവർക്കുള്ള വഴികൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. ഈ മഹാൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് മുത്തഖീങ്ങളായി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.